ശ്രീനഗറിൽ ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ശ്രീനഗറിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ന് നിരപരാധികളായ 29 പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെ ഇതിന് എതിരെ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന് നേർ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ ഭീകരർ ആരും ഒരിക്കലും സമാധാനപൂർവ്വം ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പായി ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം സമാധാനത്തോടെ അവരോട് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞത് ഇതിനെതിരെയുള്ള തിരിച്ചടി വലിയ രീതിയിലായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പെഹൽഗാമിലെ ഈ സംഭവം നടന്ന സ്ഥലം, അതായത് ബൈസരൺ വാലിയിൽ അദ്ദേഹം സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെ മേധാവി, അതേപോലെ തന്നെ NIA-യുടെ ഉന്നത ഉദ്യോഗസ്ഥർ, സൈന്യത്തിൻ്റെയും CRPF-ൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘവും ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും ഭാരതം ഇക്കാര്യത്തിൽ തക്കതായ മറുപടി നൽകും. തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അവരുടെയൊക്കെ തന്നെ വാക്കുകളിൽ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഈ ഭാരതത്തിന് നൽകിയ ഈ വേദനയ്ക്ക്, ഈ മുറിവിന് രാജ്യം തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ തിരിച്ചടിച്ച ചരിത്രം ഭാരതത്തിനുണ്ട്. നമുക്കറിയാം, പുൽവാമ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ബലക്കോട്ടിൽ നടന്ന തിരിച്ചടി, ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി തന്നെ വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കുക എന്നുള്ളത് ഭാരതത്തിന് പുത്തരിയല്ല. സ്വാഭാവികമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വാക്കുകളിൽ വ്യക്തമാണ് ഭാരതം ഇത് എത്ര വൈകാരികമായാണ് ഈ വിഷയം ഏറ്റെടുത്തത് എന്നുള്ളത് അവരുടെ വാക്കുകൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ അതേ നാണയത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം ശ്രീനഗറിലെത്തിയത്. അദ്ദേഹം ഇതിനോടകം തന്നെ ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മു കാശ്മീർ ആംഡ് പോലീസിൻ്റെ ആസ്ഥാനത്താണ്. പോലീസ് കൺട്രോൾ റൂമും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ 26 മൃതദേഹങ്ങൾ ഇവിടെ പെഹൽഗാമിൽ നിന്നും ഇവിടെ എത്തിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം ഇവിടെ എത്തിച്ചത്. ആ മൃതദേഹങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഇപ്പം അദ്ദേഹം പെഹൽഗാമിലേക്ക് എത്തിയിരിക്കുന്നത്. പെഹൽഗാമിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഈ സംഭവം നടന്ന ബൈസരൺ വാലി അദ്ദേഹം സന്ദർശിക്കുകയാണ്. ബൈസരൺ വാലിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരുപക്ഷെ അതിനുശേഷം ശ്രീനഗറിൽ ഉന്നതതല യോഗം വിളിച്ച ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 26 മൃതദേഹങ്ങൾ അല്പസമയം മുമ്പ് ഈ PCR പോലീസ് കൺട്രോൾ റൂമിനുള്ളിലുണ്ടായിരുന്നു. അന്ത്യാഞ്ജലികൾ അർപ്പിച്ച ശേഷം ഇതിനോടകം തന്നെ 6 മൃതദേഹങ്ങൾ 6 ആംബുലൻസുകളിലായിട്ട് എയർപോർട്ടുകളിലേക്ക് പോയിക്കഴിഞ്ഞു. അത് ഏത് സംസ്ഥാനത്ത് നിന്നും ഉള്ളവരുടെ മൃതദേഹങ്ങളാണ് അവിടേക്ക് കൊണ്ടുപോയത്, എയർപോർട്ടിലേക്ക് കൊണ്ടുപോയത്, അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 6 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. 29 പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ 26 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും അനന്തനാഗിൽ ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും ജമ്മു കാശ്മീരിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ശ്രീനഗർ മേഖലയിൽ കൂടുതൽ സൈന്യത്തെയും അർദ്ധസൈനിക
വിഭാഗങ്ങളെയും ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ജമ്മു കാശ്മീർ പോലീസിൻ്റെ പ്രത്യേക സുരക്ഷ നിലനിൽക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ട്. അതേപോലെ തന്നെ VVIPകൾ ധാരാളമായി കേരളത്തിൽ നിന്നുമുള്ള ഹൈക്കോടതി ജഡ്ജിമാരുടെയും അതേപോലെ തന്നെ MLAമാരും MP മാരുടെയും ഒക്കെ തന്നെ സാന്നിധ്യം ശ്രീനഗറിലുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഓരോ 200 മീറ്റർ അകലത്തിലും ദേശീയപാതയിലും അല്ലാതെയും ഉൾമേഖലകളിൽ അല്ലെങ്കിൽ വനത്തോട് ചേർന്നുള്ള മേഖലകളിൽ പോലും നമുക്കറിയാം അനന്തനാഗ് എന്ന് പറയുന്ന ജില്ലയുടെ ഭൂരിഭാഗവും വനമേഖലയാണ്. ആ വനമേഖലയിൽ അടക്കം CRPFൻ്റെയും സൈന്യത്തിൻ്റെയും സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറം ഇന്നലെ ഈ ഭീകരാക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളത് കണ്ടെത്തുവാൻ വേണ്ടി, അതായത് യഥാർത്ഥത്തിൽ ആരാണ് ഈ ഭീകരാക്രമത്തിൽ പങ്കെടുത്തത് എന്ന് അറിയുവാൻ വേണ്ടിയുള്ള കൃത്യമായ പരിശോധനകളും അന്വേഷണവുമാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസിൻ്റെ സഹായത്തോടു കൂടി അത് നടക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, നേരത്തെ തന്നെ ഇത്തരമൊരു അക്രമം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തിയത് ഇതിൽ പ്രാദേശിക സഹായം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം പ്രാദേശിക സഹായം ലഭിക്കാതെ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് പെട്ടെന്ന് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി ഭാരതത്തിലേക്ക് എത്തിയ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സംഘത്തിന് അങ്ങനെ നടത്താൻ പറ്റുന്ന ഒരു അക്രമമായിരുന്നില്ല, ഭീകരാക്രമണമായിരുന്നില്ല ഇന്നലെ നടന്നത് എന്നുള്ളതാണ് ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയത്. മാത്രമല്ല പ്രാദേശികമായ സഹായം ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിനും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കും തർക്കമില്ല. അങ്ങനെ ആരാണ് ഇവർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചത് എന്നറിയുവാൻ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനെല്ലാം അപ്പുറം ഈ ഭീകരാക്രമണം നടത്തിയ, നമുക്ക് ഭാരതത്തിന് ഇത്രയും വലിയ വേദന സമ്മാനിച്ച ഭീകരവാദികൾ ഇപ്പോഴും അനന്തനാഗിലെ കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസും സുരക്ഷാ സേനയും വിലയിരുത്തുന്നത്. നൽകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരിക്കുന്നത്. ഭീകരവാദത്തെ വച്ചു പൊറപ്പിക്കില്ല, വലിയൊരു പ്രത്യാഘാതം പ്രതീക്ഷിക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതോടൊപ്പം തന്നെ ഭാരതം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും നൽകുക എന്നും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. പഹൽഗ്രാമിലെ ഭീകരാക്രമണം നടത്തിയ 6 തീവ്രവാദികളിൽ 2 പേർ പ്രാദേശിക തീവ്രവാദികളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇവരെ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ബീജ് ബെഹേറ സ്വദേശി ആദിൽ തോക്കർ, ത്രാൽ സ്വദേശി ആസിഫ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഭീകരരുടെ സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. നന്ദൻ, ദേവിക, ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ നേരത്തെ ഇതുമായി തീവ്രവാദവുമായി ഒക്കെ തന്നെ ബന്ധമുണ്ടായിരുന്ന ചിലരെ ഇന്നലെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 4 പേർ ഇന്നലെ ജമ്മു കാശ്മീരിൻ്റെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ, ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും CRPFും ചേർന്ന് അവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. അവരെ കൃത്യമായി ചോദ്യം ചെയ്തതിലൂടെ പ്രാദേശികപരമായി എവിടെ നിന്നാണ് ഈ സഹായം ലഭിച്ചത്, എങ്ങനെയാണ് സഹായം ലഭിച്ചത്, എങ്ങനെയാണ് ഈ ഭീകരവാദികളെ ഇവിടേക്ക് എത്തിച്ച് ഈ അക്രമം നടത്തുവാൻ വേണ്ടി തയ്യാറാക്കിയത് തുടങ്ങിയ കാര്യങ്ങളുടെ ഏതാണ്ട് സൂചനകൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ, അവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, അവർ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവർ ചൂണ്ടിക്കാണിച്ച വ്യക്തികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ നടക്കുന്നു. അവർ ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ അവർ ചില പേരുകൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, 4 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ 4 പേർ ചില പേരുകൾ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു, CRPFനോട് ചില പേരുകൾ വ്യക്തമാക്കിയിരുന്നു. ആ പേരുകൾ കേന്ദ്രീകരിച്ച് അവരെ അന്വേഷിച്ച പോലീസ് ഇന്ന് ഇവരുടെ വാസസ്ഥലങ്ങളിലെത്തിയപ്പോൾ അവരുടെ കുടുംബസമേതം അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം അന്വേഷണങ്ങൾ വളരെ കൃത്യമായി തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ അന്വേഷണങ്ങൾ നടക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ ഈ മേഖലയിൽ നിന്ന് മാറി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ കൃത്യമായ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ എപ്പോഴും ഭാരതത്തിൽ സമാനമായ ഭീകരാക്രമണങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും കൈ കഴുകുന്നത് പോലെ, ഒഴിഞ്ഞു മാറുന്നത് പോലെ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്. പക്ഷേ ഭാരതത്തിന് കൃത്യമായ ബോധ്യം ഈ ഒരു വിഷയത്തിലുണ്ട്. ലഷ്കർ ഇ തോയ്ബ ഇതിന് പിന്നിൽ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. അവരുടെ ഒപ്പം നിൽക്കുന്ന മറ്റ് ചില സംഘടനകളും ഇതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചു. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഭീകരവാദികളാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അവർക്ക് മാസങ്ങൾ നീണ്ടുനിന്ന പരിശീലനം ഉണ്ടായിരുന്നു. ആ
പരിശീലനത്തിൻ്റെ അനന്തര ഫലമാണ് ഇത്തരമൊരു ഭീകരാക്രമണം അവർക്ക് നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കാര്യം. ഈ മേഖലയിലേക്ക്, ഈ പെഹൽഗാമിലെ ഈ മേഖലയിലേക്ക് ബൈസരൻ എന്നുള്ള വാലിയിലേക്ക് എത്തിപ്പെടുക വളരെ പ്രയാസകരം, വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അവിടെയാണ് അത്രയും വളരെ പ്രയാസകരമായ ഒരു സ്ഥലത്തെത്തിയാണ് ഈ ഭീകരവാദികൾ ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അവിടേക്ക് വാഹനങ്ങൾ എത്തില്ല. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പ്രത്യേക ഹെലികോപ്റ്റർ മാർഗമാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. സാധാരണ ഈ മേഖലയിൽ എത്തുന്നവർ, ഈ ബൈസരൻ വാലിയിൽ എത്തുന്നവർ, അതിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നും അറിയപ്പെടും. അവിടെ എത്തുന്നവർ അതൊരു ഒരു താഴ്വാരവും ഒരു വലിയ കുന്നുമാണ്. പച്ചിപ്പ് നിറഞ്ഞു നിൽക്കുന്ന വലിയ ദൃശ്യഭംഗിയുള്ള ഒരു മേഖലയാണ്. കേരളത്തിൽ നിന്നുമടക്കം സ്ഥിരമായി ഈ ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നവർ അവിടെ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഇടമായി കരുതി പോകുന്ന ഒരു സ്ഥലമാണ് ഈ പെഹൽഗാമിലെ ഈ ബൈസരൻ വാലി എന്നുള്ളത്. അവിടെയാണ് ഇന്നലെ ഭീകരാക്രമണം ഉണ്ടായത്. ഈ കുന്ന് കണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നവർക്ക് എതിരെ നടന്നു ചെന്ന് അവരുടെ മതം ചോദിച്ചുകൊണ്ട് അവർ ഹിന്ദുവാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുസ്ലിമല്ല, മുസ്ലിമിൻ്റെ ഖുറാനിലെ സൂക്തം ചിലത് അവരോട് ചോദിക്കുന്നു, അതവർക്ക് പറയാൻ അറിയുന്നില്ല. മാത്രമല്ല അവരുടെ പേരുകൾ, അവർ ഹിന്ദു ആണെന്ന് അവരുടെ പേരുകൾ വ്യക്തമാകുന്നു. അത് ബോധ്യമായപ്പോൾ തന്നെ അവരെ വെടിവെച്ചു കൊല്ലുന്നു. ഇതാണ് ഇന്നലെ ഉണ്ടായത്. മതത്തിൻ്റെ പേരിൽ, ഒരു ഭീകരവാദത്തിന് അപ്പുറം ഒരു മതത്തിൻ്റെ പേരിൽ നടന്ന അക്രമം അല്ലെങ്കിൽ കൊല എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ. BJPയും അതിനെ ആ രീതിയിൽ നോക്കിക്കാണുന്നു. ഇന്നിപ്പോൾ ജമ്മുവിൽ അവിടെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിലാകെ ബന്ദ് ആചരിക്കുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സ്, വ്യാപാരി വ്യവസായി, അതേപോലെ തന്നെ ടാക്സി തൊഴിലാളികൾ എന്ന് വേണ്ട സമസ്ത മേഖലകളുടെയും തൊഴിലാളികളും അതേപോലെ തന്നെ ഇതിൻ്റെ ഉടമകളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ അവർ സംയുക്തമായി ബന്ദ് ആചരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഏറ്റവും കൂടുതൽ ഈ ഭീകരാക്രമണം ഭാരതത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിവ് സമ്മാനിച്ചതിനപ്പുറം ഇത് ജമ്മു കാശ്മീരിലെ പ്രാദേശിക ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇവിടുത്തെ സാധാരണക്കാരെ, ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം ജമ്മു കാശ്മീർ ഭീകരതയുടെ ഇടമായി കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്ന് BJP സർക്കാർ അധികാരത്തിലേറുന്നു, അവരുടെ വാക്ക് പാലിച്ചു. ഭീകരതയല്ല, അവിടെ ഏറ്റവും വലിയൊരു ടൂറിസം ഹബ്ബായി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവർ വളരെ മനോഹരമായി അതിനെ മാറ്റിയെടുക്കുകയും ഒരു ടൂറിസം ഹബ്ബായി തന്നെ കശ്മീർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം. ഏറ്റവും വലിയൊരു ഭീകരവാദ സ്പോട്ടായി കണ്ടിരുന്ന ജമ്മു കാശ്മീർ വലിയ ഒരു ടൂറിസം ഹബ്ബായി മാറുന്നു എന്ന് പറയുന്നത് ഭീകരരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്കാണ് ഇന്നലെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. മാത്രവുമല്ല, മതം ചോദിച്ച് വെടിവെക്കുന്നു. ഹിന്ദു ആണെങ്കിൽ എന്താണ്, ഹിന്ദു ആണെങ്കിൽ ജീവിക്കാൻ പാടില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് 6 അംഗ സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർ വന്ന വഴിയും മറ്റു കാര്യങ്ങളും എല്ലാം അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ച് വരികയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നാട്ടുകാർ, ഈ ഭീകരവാദത്തിനെതിരെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി വരികയാണല്ലോ. ടയർ അടക്കം കത്തിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു, റോഡുകൾ ഉപരോധിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേവിക, അല്പസമയം മുമ്പ് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇവിടെ ജമ്മു കാശ്മീരിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ജമ്മു കാശ്മീർ ആംഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ പ്രാദേശിക ജനങ്ങൾ പ്രതിഷേധിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. അവർ പ്രധാനമായും ഈ ഭീകരവാദത്തെ അതിനെ പൂർണ്ണമായും ചെറുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിലെ ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഈ ചേംബർ ഓഫ് കൊമേഴ്സും അതേപോലെ തന്നെ ടാക്സി തൊഴിലാളികളും ഒക്കെ തന്നെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഈ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 2014 ശേഷം ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത് സമഗ്രമായ മാറ്റമാണ്. അത് എല്ലാ മേഖലകളിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷം 2014 മുമ്പുണ്ടായിരുന്നെങ്കിൽ 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കാശ്മീരിൻ്റെ
മണ്ണിൻ്റെ മുഖം തന്നെ മാറുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ഭൂമിയിലെ സ്വർഗമെന്ന് ജമ്മു കാശ്മീരിനെ വിശേഷിപ്പിച്ചിരുന്നപ്പോഴും ഈ മണ്ണിലേക്ക് വരുവാൻ ആരും ഭയന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2014 മുമ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മണ്ണിനെ എല്ലാ തരത്തിലും വലിയ പരിണാമം നടത്തിക്കൊണ്ട് ടൂറിസത്തിൻ്റെ വലിയ ഹബ്ബായി മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അവരുടെ സാമ്പത്തിക മേഖലയിലും അവർക്ക് കൃത്യമായ മാറ്റം അതിൽ അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. തൊഴിൽ ഇല്ലാതെ പട്ടിണി കിടന്നിരുന്ന ഒരു ജനത, അല്ലെങ്കിൽ ടൂറിസം മാത്രമായിരുന്നു വരുമാനം, ഭീകരവാദം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ മണ്ണിലേക്ക് ഈ ഭാരതത്തിൻ്റെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആരും വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരമൊരു സന്ദർഭം മാറ്റിമറിച്ചുകൊണ്ട് വലിയ പരിണാമം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ തന്നെ സഞ്ചാരികളെ ഈ ഭൂമിയിലെ സ്വർഗത്തിലേക്ക്, കാശ്മീരിൻ്റെ മണ്ണിലേക്ക് ആകർഷിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തിൻ്റെയും അതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഭീകരവിരുദ്ധ നിലപാടിൻ്റെയും ഒക്കെ തന്നെ പ്രതിഫലനമാണ്, പ്രതിഭാസമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഈ മണ്ണിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെത്തി സ്വാഭാവികമായും ഈ കാശ്മീരികളുടെ ജീവിത നിലവാരത്തിൽ തന്നെ ആത്യന്തികമായ മാറ്റം വന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായത്. നമുക്കറിയാം, അടുത്തിടെയൊന്നും ഇത്ര വലിയൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് ഭീകരവാദികൾ ഇത്തരമൊരു അക്രമം നടത്തുന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ആദ്യമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭീകരവാദികൾ ഈ അക്രമം നടത്തുവാൻ തിരഞ്ഞെടുത്ത ദിവസം വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഭാരതം സന്ദർശിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു അക്രമം നടത്തിയത്. ഇതിനൊക്കെ അപ്പുറം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നു, അദ്ദേഹം രാജ്യത്തില്ലായിരുന്നു. ഇതെല്ലാം കൃത്യമായി വീക്ഷിച്ച് കൃത്യമായ കാൽക്കുലേഷനോടുകൂടി നടത്തിയ ഭീകരാക്രമണമാണ്. ഇതിനോടകം തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ശക്തമായ തിരിച്ചടിക്കും, മാത്രമല്ല ഇത്തരം ഭീകരാക്രമണത്തിന് മുന്നിൽ വിറങ്ങലിച്ചു പോകുന്നവരല്ല ഭാരതീയർ. ഭാരതത്തിലെ ജനത അത്തരം അക്രമങ്ങൾക്ക് മുന്നിൽ നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുന്നവരല്ല ഭാരതീയർ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യം എന്നുള്ളത് കൃത്യമായി ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകരരെ ബോധ്യപ്പെടുത്തുവാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ പരിശോധിച്ചാൽ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം, സ്ഫോടനങ്ങൾ, അതേപോലെ തന്നെ ഇത്തരം അക്രമങ്ങൾ ഒക്കെ തന്നെ കുറവായിരുന്നു എന്നുള്ളത് കൃത്യമായ പരിശോധനയിൽ വ്യക്തമാകും. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോഴും ഈ ബാക്കി മൃതദേഹങ്ങൾ ഈ ജമ്മു കാശ്മീർ ആംഡ് പോലീസിൻ്റെ ആസ്ഥാനത്ത്, ഇത് പോലീസ് കൺട്രോൾ റൂം കൂടിയാണ്, ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതാത് സംസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ സമയക്രമങ്ങൾ അനുസരിച്ച് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കർണാടകം ഇതിനോടകം തന്നെ പ്രത്യേക വിമാന സർവീസ് ഏർപ്പെടുത്തി ക്രമീകരിച്ചു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് തേജസ്വി സൂര്യ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ ഇവിടെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ട്. അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഈ അക്രമത്തിൽ, ഈ ഭീകരവാദത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും അതേപോലെ തന്നെ ഇരകളുടെയൊക്കെ തന്നെ കുടുംബങ്ങളെയും അവരെ കൃത്യമായി അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലെ കേരള ഹൗസ് കേന്ദ്രീകരിച്ച് മാത്രമാണ് അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ ഇരകളുടെ കുടുംബങ്ങളെ സുരക്ഷിതമായി എത്തിക്കുന്നത് സംബന്ധിച്ചുമുള്ള ക്രമീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രോഡീകരണമൊക്കെ തന്നെ നടക്കുന്നത് ഡൽഹിയിലെ കേരള ഹൗസ് കേന്ദ്രീകരിച്ചാണ്. അതേസമയം മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അവരവരുടെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത്തരം ഉദ്യോഗസ്ഥർ ഇവിടെ ഈ കാശ്മീരിലെത്തി അതിനുവേണ്ട നടപടികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട്
കൂടുതൽ തെളിവുകൾ ഇനി ഭാരതത്തിന് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആ തെളിവുകൾ സ്വരൂപിക്കുകയാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം. ഇതിനോടകം പ്രത്യേക ഹെലികോപ്റ്റർ ഈ അനന്തനാഗ് മേഖലയിലെ, അതേപോലെ തന്നെ ഈ അക്രമം നടന്ന മേഖലയിലൊക്കെ തന്നെ പ്രത്യേക സെർച്ചിങ് ഓപ്പറേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രത്യേക സംഘം ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്, അന്വേഷണത്തിനായി പ്രത്യേക സംഘം. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്തുവാനായി പ്രത്യേക സംഘം. ഇങ്ങനെ പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. ശക്തമായ മറുപടി വരും മണിക്കൂറുകളിൽ, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ദേവിക. ശരി നന്ദൻ, അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ അപലപിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ചൈനയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വളരെയധികം ഞെട്ടലുണ്ടാക്കി എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാനല്ല ഈ ഭീകരാക്രമണത്തിന് പിന്നിലെന്നാണ്. ഭാരതം വലിയൊരു തിരിച്ചടി തങ്ങൾക്കെതിരെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴും ആ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നില്ല, തങ്ങളുടേതല്ല ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് മാറി താമസിക്കാൻ പാകിസ്ഥാൻ വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദേവിക, ലോകരാജ്യങ്ങൾ ഭാരതത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യക്തമാകുകയാണ്. ലോകരാജ്യങ്ങൾ, അമേരിക്കയും റഷ്യയും ഫ്രാൻസും അടങ്ങുന്ന ലോകരാജ്യങ്ങൾ, വൻ രാജ്യങ്ങളെല്ലാം, വലുതും ചെറുതുമായ എല്ലാ രാജ്യങ്ങളും ഭാരതത്തിൽ നടന്ന ഈ ഭീകരവാദത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ ഒഴികെ ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ കൈമാറിക്കഴിഞ്ഞു. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഭാരതത്തിന് പൂർണ്ണമായ പിന്തുണ അമേരിക്ക വാഗ്ദാനം ചെയ്തു. ഒപ്പം തന്നെ റഷ്യയും ഫ്രാൻസും അടങ്ങുന്ന മുഴുവൻ ലോകരാഷ്ട്ര ശക്തികളും ഭാരതത്തിന് ഈ വിഷയത്തിൽ പിന്തുണയുമായി എത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. നരേന്ദ്രമോദി സർക്കാരിനോട്, അല്ലെങ്കിൽ ഭാരതത്തോട് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വെച്ച് പുലർത്തുന്ന വീക്ഷണം, അവർ എങ്ങനെയാണ് ഭാരതത്തെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ മകുടോദാഹരണമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ രാജ്യത്ത് സംഭവിച്ചത്. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നാകെ ഭാരതത്തിനായി കൈകോർക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിനായി നാവുയർത്തുന്ന, കൈകൾ ഉയർത്തുന്ന കാഴ്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞു. ഭാരതത്തിൻ്റെ വലിയ നയതന്ത്ര വിജയം എന്നതിനപ്പുറം ആഗോളതലത്തിൽ ഭീകരതയെ ചെറുക്കുവാൻ, അല്ലെങ്കിൽ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഭാരതം മുൻകൈയെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കയ്യടി കൂടിയാണ് ഒരുപക്ഷെ ഈ ലോകരാജ്യങ്ങൾ ഈ ഒരു സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഭാരതത്തോടൊപ്പം നിൽക്കുമ്പോൾ ഭാരതം പാകിസ്ഥാന് നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. ഭീകരതയ്ക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. ഭീകരവാദത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്നവരല്ല ഭാരതത്തിലെ ജനത, ഭാരതീയർ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യം അത്തരത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്നവരല്ല. ശക്തമായ ഭാഷയിൽ, ശക്തമായ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ള സൂചനകൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ അതിനായുള്ള കാത്തിരിപ്പാണ്. ദേവിക.